ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജനം വിജയിക്കുമെന്നും പിണറായിസം അവസാനിക്കുമെന്നും UDF സ്ഥാനാർത്ഥി PV അൻവർ. കേരളത്തിൽ നടക്കുന്നത് പിണറായിസവും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ്. നഷ്ടപ്പെട്ട ജനാധിപത്യത്തെ തിരികെ കൊണ്ടുവരാൻ ജനം ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അടുത്ത നിയമസഭയിൽ UDFനെ ബേപ്പൂരിൽ നിന്ന് അംഗമുണ്ടാകുമെന്നും PV അൻവർ 24നോട്. മിസ്സസ് ആൻഡ് മിസ്സസ് സവാരി ഗിരിഗിരിയിലാണ് PV അൻവർ ഇത്തരം പ്രതികരണം നടത്തിയത്. മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത്തവണ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ബേപ്പൂര്. സ്റ്റാർ സ്ഥാനാർത്ഥികളുടെ മണ്ഡലം കൂടിയാണ്. UDF ഇത്തവണ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ആദ്യ സ്ഥാനാർത്ഥി അങ്ങാണ്. എങ്ങനെയുണ്ട് മത്സരം? മത്സരം ഏകദേശം ഇനി പോളിംഗ് നടന്നാൽ മതി. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. ജനങ്ങൾ പരിപൂർണമായും ഒരു ദിവസമെങ്കിലും മുന്നോട്ട് വോട്ടിംഗ് ആയി കിട്ടാനില്ല, അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലാണ്. ബേപ്പൂര് ജനം ജയിക്കും, പിണറായിസം അവസാനിക്കും. പിണറായിസത്തിനെതിരെയാണ് അങ്ങയുടെ ഇപ്പോഴത്തെയും പോരാട്ടം. ഞാൻ 1.5 വർഷമായി നടത്തുന്ന പോരാട്ടം അതാണല്ലോ. അതാണ് കേരളത്തിൽ ഉടനീളം നടക്കുന്ന പോരാട്ടം. ആ പോരാട്ടങ്ങൾ ശരിയാണെന്ന് ജനം വിലയിരുത്തുമെന്നുള്ളതാണ്. അല്ല, ജനം മാത്രമല്ലല്ലോ, ജനം എന്തായാലും വിലയിരുത്തും. അതിന് 9-ാം തീയതി വരെ ഉള്ളൂ. ഞാൻ 1.5 വർഷം മുമ്പ് പറഞ്ഞതാണ് ഇപ്പോൾ ആയിഷാപ്പറ്റി പറഞ്ഞത്, G സുധാകരൻ പറഞ്ഞത്, പാലക്കാട്ടേക്ക് വന്നാൽ PK ശശി പറഞ്ഞത്, കണ്ണൂര്, അതുപോലെ എല്ലായിടത്തും സച്ചിദാനന്ദൻ പറഞ്ഞത്. അതുതന്നെയാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടം. അതിന് ഒരു അറുതി ഉണ്ടാവും. ഈ കുടുംബാധിപത്യം, ഏകാധിപത്യം കേരളത്തിൽ ഇത് നടക്കുന്ന കാര്യമില്ല. തമിഴ്നാട്ടിൽ, ആന്ധ്രയിലൊക്കെ നമ്മൾ കുടുംബാധിപത്യം, ഏകാധിപത്യമൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ജനാധിപത്യം നടക്കുള്ളൂ. നഷ്ടപ്പെട്ട ജനാധിപത്യത്തെ കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുത്തെ പോരാട്ടം ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലല്ല, പിണറായിസവും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് സത്യത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ ഈ 140 മണ്ഡലങ്ങളിലും നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഓൾ കേരള ഉണ്ടാവും. അതിൽ കേരളത്തിലെ അടുത്ത നിയമസഭ ചേരുമ്പോൾ ബേപ്പൂരിൽ നിന്നും UDFിന് മെമ്പർ ഉണ്ടാവും. അതിനൊരു തർക്കമില്ല. ഇത്തവണ പക്ഷേ ഈ CPM വിട്ട് വന്ന PK ശശി ആയാലും G സുധാകരനായാലും പിണറായി വിജയനെ തള്ളിപ്പറയാൻ അവർ തയ്യാറായിട്ടില്ല. അത് അവർ പറഞ്ഞോളൂ. ഇതുവരെ മറ്റൊന്നും തയ്യാറായിരുന്നില്ലല്ലോ. അവർക്കൊക്കെ ഉള്ള പ്രാദേശികമായിട്ടുള്ള ഒരുപാട് ഹഡിൽസ് ഉണ്ട്. ഇത് ജീവൻ പണയം വെച്ച കളിയാണ്. ഞാനിപ്പോൾ 1.5 വർഷമായിട്ട് ആ രീതിയിൽ എല്ലാവർക്കും അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞൊന്നുമില്ല. ഓരോരുത്തരുടെയും ശേഷിയാണ്, നമുക്കതിൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ ആകത്തുക എന്താ, അത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.